ഞാൻ രേഷു, എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്ങനെ നല്ല രീതിയിൽ കൂൺ കറി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക. കൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നതാണ് കൂണിൽ. അപ്പോൾ തീർച്ചയായിട്ടും പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്കും ഔഷധ ഗുണമുള്ളതും നമ്മുടെ ആരോഗ്യത്തിനുമൊക്കെ ഏറ്റവും നല്ലൊരു കറിയാണ് കൂൺ കറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂൺ കറി അഥവാ മഷ്റൂം കറി ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഈ കൂൺ കിട്ടിയത് ഹസ്ബൻഡിൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ പറമ്പിൽ ഈ കർക്കിടക മാസത്തിൽ നിറച്ചും കൂൺ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് കൊടുത്തയച്ചതാണ്. അപ്പോൾ നമുക്ക് വല്യമ്മയെ ഒന്ന് പരിചയപ്പെടാം. വല്യമ്മയുടെ പിറന്നാൾ ഇതിനിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂൺ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കൂണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂൺ എടുക്കുന്ന സമയത്ത് അതിന് പുറമേയുള്ള ആ ഒരു തൊലി നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചിലർക്ക് അലർജി വരാറുണ്ട്. അപ്പോൾ ആ ഒരു തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, കൂടാതെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് തേങ്ങയുടെ കൂടെ ഒരു കഷ്ണം സവാള, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇത് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കും. കൂൺ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില, 1 പച്ചമുളക്, ഇനി ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നന്നായി വഴറ്റി. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ച കൂൺ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കൂണിൽ നല്ലവണ്ണം വെള്ളമില്ലതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതി. അപ്പം ഇതിൽ
നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. കൂൺ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണമാണേ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നല്ല രീതിയിൽ വെള്ളം ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളി മാത്രമാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് റെഡി ആയതിന് ശേഷം നമുക്ക് 1 ഗ്രാമ്പു ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. ഇത് 1 ഗ്രാമ്പ്, അധികം പാടില്ല, 1 ഗ്രാമ്പു മാത്രം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ കൂൺ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇപ്പോഴത്തെ കാലത്ത് കൂണൊക്കെ കിട്ടാൻ പ്രയാസമൊന്നുമില്ല. എല്ലാ കടകളിലും നമുക്ക് കൂൺ ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.